വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ വീഡിയോയിൽ നോക്കുന്നത് 2ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് സൂറത്തുൻ നബയിലെ 14 മുതൽ 16 വരെയുള്ള ആയത്തുകളുടെ വീഡിയോ ആണ്. മക്കൾക്ക് എങ്ങനെയാണ് ഓതി കൊടുക്കേണ്ടത്, എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടതെന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ പറയാം. സൂറത്തുൻ നബയിൽ 14ാമത്തെ ആയത്തിൻ്റെ തുടക്കമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഖുർആൻ ഓതി കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഇതുപോലെ ഒരായത്ത് എഴുതിയ ശേഷം അല്ലെങ്കിൽ കാണിച്ചു കൊടുത്ത ശേഷം ഉസ്താദുമാരാണെങ്കിൽ അല്ലെങ്കിൽ വീട്ടിലെ രക്ഷിതാക്കളാണെങ്കിൽ ഇതും കൂടെ അതിൻ്റെ താഴെ ഖുർആനിലല്ല മറിച്ച് വല്ല ബുക്കിലോ നോട്ട് ബുക്കിലോ അല്ലെങ്കിൽ സ്ലൈറ്റിലോ എഴുതി കൊടുക്കുക. സ്ലൈറ്റിലായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കാരണം ബുക്കിൽ എഴുതി കഴിഞ്ഞാൽ പിന്നെ ആ ബുക്ക് എന്ത് ചെയ്യും, അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയിടും. അപ്പോൾ അത് ബഹുമാനക്കേടാണ്. അപ്പോൾ സ്ലൈറ്റ് പോലത്തതിൽ ഇതുപോലെ എഴുതി കാണിച്ചു കൊടുക്കുക. എന്നാൽ കൂടുതൽ മനസ്സിലാകും. കാരണം 1ാം ക്ലാസ്സിൽ നിന്നും ചേർന്ന കുട്ടികളാണ്, കയറി വന്ന കുട്ടികളാണ്. അപ്പോൾ അവർക്ക് കൂട്ടി വായന കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, അറബിയാണെങ്കിലും അറബി മലയാളമാണെങ്കിലും. അപ്പോൾ ഈ കാണുന്ന പോലെ എഴുതി കാണിച്ചു കൊടുക്കുക. ഇവിടെ ആദ്യത്തെ ആയത്ത് നമുക്ക് നോക്കാം. സൂറത്തുൻ നബിയിൽ 14ാമത്തെ ആയത്താണ്. ഇതിന് മുമ്പുള്ള ആയത്തുകൾ വീഡിയോ ചെയ്തിട്ടില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങൾ അറിയിക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇവിടെ ബിസ്മിയൊക്കെ നന്നായി ശ്രദ്ധിക്കുക. കുട്ടികളോടൊക്കെ പറഞ്ഞു കൊടുക്കണം. ബി ചിലരെന്ത് ചെയ്യും, ഇസ്മി എന്നറിയാം, ഇസ്മി അവിടെ ബി എന്നത് നേരുമ്പോൾ വ്യക്തമാക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹാകൾ ശ്രദ്ധിച്ച് ഓതി കൊടുക്കുക. റഹ്മാനിർ റഹീം. അതുപോലെ റഹീം ചുണ്ട് പൂട്ടണം, അല്ലെങ്കിൽ നൂനായി മാറും. റഹീം ശ്രദ്ധിക്കുക, ചുണ്ട് പൂട്ടണം. റഹീം. ഇനി വഅൻസൽനാ. ഇവിടെ ഇവിടെ ഓതി കൊടുക്കുമ്പോൾ തന്നെ തജ്വീദ് പ്രകാരം തന്നെ ഓതി കൊടുക്കാൻ ശ്രമിക്കുക. എന്നാൽ അത് വലുപ്പത്തിലേക്ക് നന്നായി ഉപകരിക്കും. വഅൻസൽനാ ഇവിടെ നീട്ടാനുണ്ട്, അതുപോലെ ഇവിടെ മണിക്കാനുണ്ട്. ഇത് കുട്ടികൾക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കുക. വഅൻസൽനാ ഇത് ആവർത്തിച്ച് എന്ത് ചെയ്യുക, കുട്ടികളോട് വായിക്കാൻ പറയാം. വഅൻസൽനാ നിങ്ങളെൻ്റെ കൂടെ വായിക്കണേ. വഅൻസൽനാ ഞാൻ വായിച്ച ശേഷം നിങ്ങൾ വായിക്കുക. വഅൻസൽനാ ഇവിടെ ഏതൊക്കെ അക്ഷരങ്ങളാണുള്ളത്? വാവ് കണ്ടില്ലേ, അലിഫ്, നൂന്. വഅൻസൽനാ സായ്, ലാമ്, നൂന്, അലിഫ്. ഈ അലിഫ് നൂനെ നീട്ടാനാണ്, ഫതഹിനെ നീട്ടാനാണ് അലിഫ് കൊടുത്തിട്ടുള്ളത്. നാ കൂട്ടി വായിക്കുമ്പോൾ വഅൻസൽനാ. ഇത് കുറേ തവണ വായിച്ചു കൊടുത്ത ശേഷം അടുത്തത് മിനൽ മുഅസിറാത്തി. ഇതുപോലൊരു 7 അതല്ലെങ്കിൽ ഒരു 5 തവണ വീണ്ടും ഓതി കൊടുക്കുക, പോലെ ഓതുകയും ചെയ്യുക. മിനൽ മുഅസിറാത്തി. ഇവിടെ കാണാം മി ന, പിന്നെ അലിഫ് ലാമാണ്. മിനൽ, പിന്നെ മു സി റാത്തി.
മിനൽ മുഅസ്സിറാത്തി, മിനൽ മുഅസ്സിറാത്തി. അടുത്തത് മാഅൻ സജ്ജാജ, മാഅൻ സജ്ജാജ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നന്നായി നീട്ടണം. ഇവിടെ മദ്ദുണ്ട്. ഖുർആനിലെ ആയത്തിലൊക്കെ നേരം പോലെ കാണും മദ്ദൊക്കെ മുകളിൽ. മാഅൻ സജ്ജാജ. ഇവിടെ ഒന്നാമത്തെ ജീമിന് ഷദ്ദുണ്ട്, നീട്ടാനുണ്ട്. സജ്ജ, സജ്ജ. അതുപോലെ ജ. ഇവിടെ ജൻ എന്നാണ് എഴുതിയതെങ്കിലും ഇവിടെ നിർത്തുമ്പോൾ സജ്ജാജ അങ്ങനെ നീട്ടുണ്ട്. അലിഫുമ്മെ നിർത്തുക. സജ്ജാജ, സജ്ജാജൻ എന്നൊരിക്കലും ഓതരുത്. അങ്ങനെ വഖഫ് ചെയ്യാൻ പാടില്ല. അവിടെ അങ്ങനെ നിർത്താൻ പാടില്ല. മാ സജ്ജാജ. ഇവിടെ കാണാം മാ എന്ന് എഴുതിയത്. മാ, മീം, അലിഫ്, ഹംസ്. മാ അൻ. ഇനി സജ്ജാജൻ എന്നതിൻ്റെ സ, ജീം, അലിഫ്, ജീം, അലിഫ്. സജ്ജാജ. കണ്ടില്ലേ? ഇനി അത് കൂട്ടി വായിക്കാം. വഅൻസൽനാ മിനൽ മുഅസ്സിറാത്തി, വഅൻസൽനാ മിനൽ മുഅസ്സിറാത്തി മാഅൻ സജ്ജാജ, മാഅൻ സജ്ജാജ. وأنزلنا من المعصرات ماء ثجاجا وأنزلنا من المعصرات ماء ثجاجا. കുട്ടികൾക്ക് ഓതി കൊടുക്കുമ്പോൾ കുറച്ച് വാക്കുകൾ ആദ്യം ഓതി കൊടുക്കുക. അതിനുശേഷം അത് രണ്ടും കൂട്ടി വായിപ്പിക്കുക. അങ്ങനെ എന്ത് ചെയ്യുക, അടുത്ത വാക്ക് ഇതുപോലെ തന്നെ മാ എന്ന് വായിച്ചു കൊടുക്കുക. അതുപോലെ സജ്ജാജൻ, എന്നിട്ട് അത് രണ്ടും കൂട്ടി വായിക്കുക. മാ സജ്ജാജ. ഇതിൻ്റെ താഴെ അത് കൊടുത്തിട്ടുണ്ട്, കുട്ടികൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്ത ആയത്ത് ലിനുഖ്രിജ ബിഹി, ലിനുഖ്രിജ ബിഹി. ഇവിടെ ലാമിന് ഷദ്ദ് കാണും. അതൊരിക്കലും നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഷദ്ദ് കൊടുത്ത് ഓതണ്ട. ലിനുഖ്രിജ ബിഹി നോതണ്ട, ലിനുഖ്രിജ ബിഹി നോതണ്ട. എങ്ങനെ ഓതിയാൽ മതി? സാദാ ലാമിന് ലിനുഖ്രിജ ബിഹി, ലിനുഖ്രിജ ബിഹി അങ്ങനെ ഓതിയാൽ മതി. ഇവിടെ കാണാം ലാമിന് കസറുണ്ട്, ഷദ്ദ് ഉണ്ട്. പക്ഷെ ആ ഷദ്ദ് ഓതേണ്ട ആവശ്യമില്ല കേട്ടോ. നൂന്, ഹ, റ, ജീം, ബ, ഹ. ലിനുഖ്രിജ ബിഹി. ഇനി അടുത്തത് ഹബ്ബൻ വനബാത, ഹബ്ബൻ വനബാത. നമ്മളിവിടെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ ഹബ്ബൻ, ഇവിടെ ഹബ്ബൻ എഴുതി കൊടുത്ത് ഷദ്ദുണ്ട്, ബഇന് ഷദ്ദുണ്ട്. അതുപോലെ തെൻവീൻ ഫത്ഹാണ്. ഹബ്ബൻ വ, ഹബ്ബൻ വ, ഹബ്ബൻ വനബാത. ഈ രണ്ടാമത്തെ അവസാനത്തെ താഗ് കണ്ടില്ലേ? ഇതിൽ നബാത്തൻ എന്നാണ് എഴുതിയിട്ടുള്ളത്. വനബാത്തൻ, തൻവീൻ ഫത്ഹാണ്. പക്ഷേ ഇവിടെ നിർത്താനുള്ളത് കൊണ്ട് വനബാത്ത നീട്ടിയിട്ടാണ്
ഹബ്ബൻ വനബാത. ഇവിടെ കാണാം ഹബ്ബൻ വനബാതൻ. ഹബ്ബൻ വനബാത. ഇനി കൂട്ടി വായിക്കാം. ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാത. ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാത. ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാത. ഇത് ആവർത്തിച്ച് വായിക്കാം. അടുത്ത ആയത്ത് വജന്നാത്തിൻ. വജന്നാത്തിൻ. ഇവിടെ കണ്ടോ നൂന് ശബ്ദുണ്ട്. വജന്നാത്തിൻ നീട്ടാനുണ്ട്. എഴുതിയത് കണ്ടോ വജന്നാത്തിൻ. വജന്നാത്തിൻ. അൽഫാഫ. അൽഫാഫ വഖഫാണ്. അവിടെ നിർത്താനുള്ള സ്ഥലമാണ് കേട്ടോ, അതുകൊണ്ടാണ് അൽഫാഫ എന്ന് ഓതിയത്. അൽഫാഫ കണ്ടോ, അൽ ഫ ഫൻ എന്നുണ്ട്, പക്ഷെ വഖഫ് ചെയ്യുമ്പോൾ അൽഫാഫ. ഈ കൂട്ടിയതാ. വജന്നാത്തിൻ അൽഫാഫ. വജന്നാത്തിൻ അൽഫാഫ. വജന്നാത്തിൻ അൽഫാഫ. ഇവിടെ ഓരോ അക്ഷരങ്ങൾ വേർതിരിച്ച് എഴുതിയിട്ടുണ്ട്. അത് നോക്കി മനസ്സിലാക്കി വായിച്ചു പഠിക്കുക കേട്ടോ. ഓരോ വാക്കുകളായിട്ട് പഠിക്കുക, അതിനുശേഷം കൂട്ടി വായിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.